പാലക്കാട് ചാലുശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടിടങ്ങളിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകർക്കെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ചാലുശ്ശേരി മുലയംപറമ്പിലെ പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തിയത് ഹെലികോപ്റ്ററിൽ. കണ്ണൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷബീർ എടയന്നൂരിനെ കരുതൽ തടങ്കലിലാക്കി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് നടപടി. ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. കരുതൽ തടങ്കലിനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ഇറങ്ങിയാൽ ജനങ്ങൾക്ക് യാത്ര സാധ്യമാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ യാത്ര പുലി ഇറങ്ങിയെന്ന് പറയും പോലെയാണെന്നും വി.ഡി. സതീശൻ. തെറ്റുതിരുത്തൽ രേഖയുമായി സിപിഎം. പാർട്ടിയുടെ തണലിലും ഭരണസ്വാധീനത്തിലും നേട്ടങ്ങളും ജോലിയും സ്വന്തമാക്കുന്നത് സിപിഎം നേതാക്കളും പ്രവർത്തകരും അവസാനിപ്പിക്കണം. സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തിയിൽ നിന്ന് സഖാക്കൾ മോചിതരാകണം. ഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നതായും രേഖയിൽ മുന്നറിയിപ്പ്. ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിരോധത്തിലായ സിപിഎം കണ്ണൂരിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നു. തില്ലങ്കേരിയിൽ തിങ്കളാഴ്ച നടക്കുന്ന യോഗം ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ ഇന്ന് മട്ടന്നൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കും. ക്രിമിനലുകൾക്ക് മുന്നിൽ വിരണ്ടു നിൽക്കുകയാണ് സിപിഎം എന്ന് പ്രതിപക്ഷ നേതാവ്. പാർട്ടിയെ ഇപ്പോൾ ക്രിമിനലുകൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ക്രിമിനലുകളെന്ന് സിപിഎം തന്നെ പറയുന്നവരെ രക്ഷിക്കാൻ സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്നും വി.ഡി. സതീശൻ. ആകാശ് തില്ലങ്കേരി പി ജയരാജന്റെ സൈബർ പോരാളിയെന്ന് കെ മുരളീധരൻ. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്താൽ ആകാശ് തില്ലങ്കേരി എല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് കീഴടങ്ങാൻ അവസരമൊരുക്കിയെന്നും കെ മുരളീധരൻ. ആർഎസ്എസുമായി നടത്തിയ ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനവുമായി വിദ്യാർത്ഥി വിഭാഗം. സ്വന്തം സംഘടന ചെയ്താൽ ശരിയും മറ്റുള്ളവർ ചെയ്താൽ തെറ്റുമാകുന്നത് അടഞ്ഞ സംഘടനാ ബോധമാണെന്ന് ഫ്രട്ടേണിറ്റി ദേശീയ സെക്രട്ടറി വസീം ആർ.എസ്. ആർഎസ്എസ് ജമാഅത്തെ ചർച്ചകളെക്കുറിച്ചുള്ള വിമർശനത്തിൽ പ്രതികരണവുമായി കെ സുരേന്ദ്രൻ. എല്ലാ മതന്യൂനപക്ഷങ്ങളുമായി സൗഹൃദമുണ്ടാക്കുന്നതിൽ ചില ആളുകൾക്ക് അസഹിഷ്ണുതയാണ്. വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്ന് കോൺഗ്രസിനും സിപിഎമ്മിനും ഭയമാണെന്നും കെ സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമിയും ആർഎസ്എസും നടത്തിയത് അപകടകരമായ കൂടിക്കാഴ്ചയെന്ന് ഡിവൈഎഫ്ഐ. കൂടിക്കാഴ്ച അങ്ങേയറ്റം നിഗൂഢമാണ്. ഇരുകൂട്ടരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം. പ്രവർത്തക സമിതിയിലേക്ക് മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ നിലവിൽ മാറ്റമില്ലെന്ന് ശശി തരൂർ. പാർട്ടി എന്ന നിലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാവരും മുന്നോട്ടു പോകേണ്ടതെന്നും ശശി തരൂർ. തെങ്കാശി ലൈംഗികാതിക്രമ കേസിൽ പ്രതിയെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചെന്ന് പോലീസ്. മലയാളിയായ റെയിൽവേ ജീവനക്കാരിയെ ഉപദ്രവിച്ചത് പെയിന്റിംഗ് തൊഴിലാളിയെന്ന് നിഗമനം. അക്രമി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി യുവതിയുടെ മൊഴി. തെങ്കാശി സംഭവം റെയിൽവേയുടെ പ്രത്യേക സംഘം അന്വേഷിക്കും. റെയിൽവേ ഡിഎസ്പി പൊന്നുസ്വാമിയുടെ നേതൃത്വത്തിൽ 20 അംഗങ്ങളാണ് അന്വേഷണ സംഘത്തിൽ. പ്രദേശത്ത് റെയിൽവേ പോലീസ് പരിശോധന വ്യാപകമാക്കി. വഴങ്ങണമെന്നും അല്ലെങ്കിൽ കൊല്ലുമെന്നും അക്രമി ഭീഷണിപ്പെടുത്തിയതായി യുവതി മൊഴി നൽകി. അക്രമി തമിഴ് സംസാരിക്കുന്ന ആളാണെന്നും ഗാർഡ് റൂമിൽ കടന്ന് കയറിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അക്രമത്തിനിരയായ യുവതിയുടെ അമ്മ. കളമശ്ശേരി കേസിൽ കുട്ടിയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ ശ്രമം നടന്നെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഇത് പരാജയപ്പെട്ടതോടെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. നഗരസഭാ ജീവനക്കാരി രഹനയുടെ സഹായത്തോടെയാണ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നും അനിൽകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ആദിവാസി യുവാവ് വിശ്വനാഥനുമായി അവസാന മണിക്കൂറുകളിൽ സംസാരിച്ചവരെ ചോദ്യം ചെയ്തു പോലീസ്. ചിലർ മോഷണക്കുറ്റം ആരോപിച്ചതിന്റെ പ്രയാസത്തിലായിരുന്നു വിശ്വനാഥനെന്ന് മൊഴി നൽകി. സംഭവ ദിവസം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലുണ്ടായിരുന്ന മുഴുവൻ കൂട്ടിരിപ്പുകാരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ജീവനക്കാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനവുമായി കെഎസ്ആർടിസി മാനേജ്മെന്റ്. ഫെബ്രുവരി മാസത്തെ ശമ്പളം പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുക. ആദ്യ ഗഡുവായി 65% ശമ്പളം വിതരണം ചെയ്യും. ബാക്കി ശമ്പളം സർക്കാർ സഹായം ലഭിച്ച ശേഷം വിതരണം ചെയ്യും. തീരുമാനത്തിൽ പ്രതിഷേധം തുടർന്ന് യൂണിയനുകൾ. ഉദ്യോഗസ്ഥർക്ക് അനാവശ്യ ആർത്തി വേണ്ടെന്ന് മുഖ്യമന്ത്രി. സേവനങ്ങൾ ലഭ്യമാക്കാൻ കാലതാമസം വരുത്തുന്നത് അഴിമതിയാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കാനുള്ള ചുമതലയല്ല ഉള്ളതെന്ന പൊതുബോധം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി.
കൊച്ചിയിലെ നാവിക കമാൻഡും കപ്പൽശാലയും അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ 10 പ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായാണ് പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യ നിയമം ഈ പ്രദേശങ്ങളിൽ ബാധകമായിരിക്കും. കർശന സുരക്ഷാ നിരീക്ഷണം വേണ്ട മേഖലകളുടെ പട്ടിക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. മഹാശിവരാത്രിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും തുടരുന്നു. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, ആഴിമല ക്ഷേത്രം, കോഴിക്കോട് തളി ശിവക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം തുടങ്ങി പ്രധാന ശിവക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. അട്ടപ്പാടി മല്ലീശ്വരൻ മുടിയിൽ വിളക്ക് തെളിക്കുന്നതിനായി മലപൂജാരികൾ മല കയറി. അബന്നൂരൂരിലെ ചന്ദ്രൻ, രാജു എന്നിവരാണ് മല കയറിയത്. 7 മണിയോടെ മലമുകളിൽ വിളക്ക് തെളിയും. GST നഷ്ടപരിഹാര കാലാവധി നീട്ടണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. GST കൌൺസിലിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുമെന്നും മന്ത്രി. 49ാമത് GST കൌൺസിൽ യോഗം ചേരുകയാണ്. പാൻ മസാല, ഗുഡ്ക എന്നിവയുടെ നികുതി വെട്ടിപ്പ് തടയുന്നത് സംബന്ധിച്ച മന്ത്രിതല റിപ്പോർട്ടാണ് ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. GSTയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് പ്രത്യേക ട്രൈബ്യൂണൽ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ ഉദ്ധവ് താക്കറെ വിഭാഗം സുപ്രീംകോടതിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ കൊലപാതകമെന്നാണ് ഉദ്ധവ് താക്കറെ വിമർശിച്ചത്. ഉദ്ധവ് താക്കറെ നേതാക്കളുടെ യോഗം വിളിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് മാറ്റി. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബാസ്റ്റർ കാർഗോ വിമാനത്തിലാണ് 7 ആൺ ഇനങ്ങളും 5 പെൺ ഇനത്തിൽപ്പെട്ട ചീറ്റകളെയും എത്തിച്ചത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വില്ലും അമ്പും ചിഹ്നം നഷ്ടമായത് പ്രശ്നമാകില്ലെന്ന് NCP തലവൻ ശരത് പവാർ. പുതിയ ചിഹ്നം ജനങ്ങൾ അംഗീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്താൽ പിന്നെ ചർച്ച പാടില്ല. അത് സ്വീകരിച്ച് ഒരു പുതിയ ചിഹ്നം എടുക്കണമെന്നും ശരത് പവാർ. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 1 റണ്ണിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. 262 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നഥാൻ ലിയോൺ 5 വിക്കറ്റ് വീഴ്ത്തി. 74 റൺസ് എടുത്ത അക്സർ പട്ടേലും 37 റൺസ് എടുത്ത R അശ്വിനും ചേർന്നാണ് വൻ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ATK മോഹൻ ബഗാനെ നേരിടും. പ്ലേ ഓഫിലേക്ക് യോഗ്യത സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് പരമാവധി പോയിന്റുകൾ നേടാനുള്ള ശ്രമത്തിലായിരിക്കും. പ്ലേ ഓഫ് യോഗ്യത നേടണമെങ്കിൽ ബഗാന് മത്സരഫലം നിർണായകമാണ്. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. വനിതാ T20 ലോകകപ്പിൽ 3ാം ജയം തേടി ഇന്ത്യ ഇന്നിറങ്ങും. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 മത്സരം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോന്നി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കലഞ്ഞൂർ ഇഞ്ചപ്പാറയിൽ അനുവദിച്ച പാറമടയുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന ആവശ്യം. ഭരണസമിതിയുടെ തീരുമാനം ലംഘിച്ച സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിഷേധക്കാർ. ഡോക്ടർ KP കൃഷ്ണൻകുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ആവശ്യമായ മാംസം, മുട്ട, പാൽ എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മൃഗസംരക്ഷണ വകുപ്പും ഓണാട്ടുകര വികസന ഏജൻസിയും സംയുക്തമായി നടപ്പാക്കുന്ന ആനിമൽ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്രൊജക്ടായ മാതൃക പോത്തുകുട്ടി വളർത്തൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ടെക്കികളുടെ സംസ്ഥാന കലോത്സവമായ തരംഗ് 2023 തുടരുന്നു. പ്രോഗ്രസീവ് ടെക്കീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതുവരെയുള്ള പോയിന്റ് നിലയിൽ 55 പോയിന്റോടുകൂടി ഗാഡ്ജിയൻ 1ാമത് തുടരുന്നു. മലപ്പുറം, കോട്ടയം ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും പരാതികളിൽ പരിഹാരം കാണാൻ ഓൺലൈൻ അദാലത്ത് നടത്തും. മാർച്ച് 15 DGP അനിൽകാന്താണ് അദാലത്ത് നടത്തുക. ഫെബ്രുവരി 22 പരാതികൾ നൽകേണ്ട അവസാന തീയതി. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തുന്ന ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. സുരക്ഷയ്ക്കായി 700 വനിതാ പോലീസുകാരെ ഉൾപ്പെടെ 3000 പോലീസുകാരെ വിന്യസിക്കും.
പട്ടികവർഗ വികസന വകുപ്പും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി ചലച്ചിത്ര പഠന പദ്ധതി നടപ്പാക്കുന്നു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 20 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 150 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. സിനിമയുടെ കലാപരവും തൊഴിൽപരവുമായ സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷനിൽ മാർച്ച് 3 വരെ ഡേറ്റ അപ്ലോഡ് ചെയ്യാം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്രഡിറ്റേഷൻ, ഫണ്ടിംഗ്, സ്കോളർഷിപ്പുകൾ, ഗ്രാന്റ്സ് എന്നിവയുടെ ലഭ്യതയ്ക്ക് അനിവാര്യമാണ് ഐഷ ഡേറ്റ. നോർക്ക റൂട്ട്സ് മുഖേന സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ വനിതാ നഴ്സുമാർക്ക് തൊഴിലവസരം. നഴ്സിംഗിൽ BSc, പോസ്റ്റ് BSc, MSc, PhD വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സാണ്. ഫെബ്രുവരി 23-നുള്ളിൽ അപേക്ഷകൾ അയക്കണം. കാസർഗോഡ് മഞ്ചേശ്വരം പൊയ്യത്തബയിൽ ജുമാ മസ്ജിദ് മണവാട്ടി ബീവി മഖാം ഉറൂസിന് തുടക്കമായി. മാർച്ച് 5 വരെ വിവിധ പരിപാടികൾ നടക്കും. സമാപന ദിവസമായ മാർച്ച് 5-ന് അന്നദാനവും ഉണ്ടാകും. സഹോദരി പെരുമ ഉയർത്തി കാസർഗോഡ് ചീമേനി പെരുമ്പട്ടയിൽ വിഷ്ണുമൂർത്തി തെയ്യം മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെത്തി. 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പെരുമ്പട്ട പാടർക്കുളങ്ങര ബൗദ്ധി ക്ഷേത്ര കളിയാട്ടത്തിനോടനുബന്ധിച്ചാണ് പരദേവതയായ വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയിലെത്തിയത്. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചും മോണാഷ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് തയ്യാറാക്കിയ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ സ്ട്രെങ്തനിംഗ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ ത്രൂ ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ G. ഗോപകുമാറിൽ നിന്ന് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ബാരി ഒഭാരൽ പുസ്തകം ഏറ്റുവാങ്ങി. ആലുവ ദേശത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. കളമശ്ശേരി നഗരസഭ ഓവർസിയർ ഷൈജുവിന്റെ മകൾ ആർദ്രയാണ് മരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ യാത്രയാക്കി മടങ്ങും വഴിയായിരുന്നു അപകടം. തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിൽ ചൂണ്ടയിടുന്നതിനിടെ കടലിൽ വീണ യുവാവ് മരിച്ചു. കഴക്കൂട്ടം കാര്യവട്ടം എലുവിള കൃഷ്ണഭവനിൽ മനീഷാണ് മരിച്ചത്. അഴിമുഖത്തുനിന്ന് ചൂണ്ടയിടുന്നതിനിടെ കാൽവഴുതി കടലിലേക്ക് വീഴുകയായിരുന്നു. തൊടുപുഴ മുട്ടത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. ലോറിയും കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ സ്ത്രീയാണ് മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പാണ്ടിക്കാട്ട് നിന്ന് കാർ ബലമായി തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. 4ാം പ്രതി എടവണ്ണ കോടക്കോടൻ വീട്ടിൽ മുഹമ്മദ് അഫീഫിനെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുഹമ്മദ് റഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത്. ജനുവരി 24-ന് പുലർച്ചെയാണ് ഒരവംപുരം സ്വദേശി മാറത്തിങ്ങൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാർ പാണ്ടിക്കാട് നിയോ ആശുപത്രി പരിസരത്തു നിന്ന് 7-അംഗ സംഘം തട്ടിയെടുത്തത്. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച കാത്തിരിപ്പ് മുറി തുറന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉപയോഗിക്കാവുന്ന വിശ്രമ കേന്ദ്രം കൂടിയാണിത്. KSTA സംസ്ഥാന സെക്രട്ടറി NT ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തിരുനാവായ നിലയുടെ തീരത്ത് മണൽവേട്ട. തിരൂർ CI ജിജോ പോളിന്റെ നേതൃത്വത്തിൽ തിരുനാവായ ബന്ദർക്കടലിലും പരിസര പഞ്ചായത്തുകളിലും പോലീസിന്റെ പരിശോധന തുടരുന്നു. നിരവധി തോണികളും ഒരു ലോറിയും മറ്റ് യന്ത്രസാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു. 300ഓളം മണൽ ചാക്കുകളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അപാകത കണ്ടെത്തിയ 154 സ്കൂൾ വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരാഴ്ചയായി നടത്തിയ പരിശോധനയിൽ 1600 വാഹനങ്ങൾ പരിശോധിച്ചു. പൊഴിയൂരിൽ SIയെ ഭീഷണിപ്പെടുത്തിയ ബോട്ട് ഉടമയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. അറസ്റ്റ് ഉൾപ്പെടെ നടപടിയിലേക്ക് നീങ്ങാനാണ് പോലീസ് തീരുമാനം. SIയെ കൊലപ്പെടുത്തുന്നു എന്നായിരുന്നു ഫോണിലൂടെ ബോട്ടുടമ മാഹിന്റെ ഭീഷണി. മണ്ഡലകാലത്തിന്റെ സുഗമമായ നടത്തിപ്പിന് കോട്ടയം ജില്ലാ പോലീസിന് അംഗീകാരം. ദേവസ്വം ബോർഡ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പുരസ്കാരം നൽകിയത്. കോട്ടയം ജില്ലയിലെ ക്രമീകരണങ്ങൾക്കാണ് ആദരം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മലപ്പുറം നഗരസഭയുടെ സൗജന്യ ടേബിൾ ടെന്നീസ് പരിശീലന പദ്ധതി ആരംഭിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലന പദ്ധതി. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും പരിശീലന ഫീസും മറ്റ് സൗകര്യങ്ങളും നഗരസഭ വഹിക്കും. പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മുജി കാടേരി നിർവഹിച്ചു. കോട്ടയത്ത് അഖിലേന്ത്യാ കരകൗശല മേളയ്ക്ക് തുടക്കമായി. മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന മേള മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കരകൗശല വികസന കമ്മീഷണറുടെ കാര്യാലയവും തലയോലപ്പറമ്പ് ജവഹർ
ലാൽ മെമ്മോറിയൽ സോഷ്യൽ വെൽഫെയർ കോർപ്പറേഷൻ കേന്ദ്രവും സംയുക്തമായിട്ടാണ് മേള സംഘടിപ്പിക്കുന്നത്. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രചാരണാർത്ഥം സിനിമാ പ്രവർത്തകർ ക്യാമ്പസുകളിൽ സംവാദത്തിനെത്തി. പ്രശസ്ത ഛായാഗ്രാഹകനായ വിനോദ് ഇലമ്പള്ളി, നിഖിൽ എസ് പ്രവീൺ എന്നിവരാണ് കോട്ടയത്തെ വിവിധ ക്യാമ്പസുകളിൽ സന്ദർശനം നടത്തിയത്. 24 മുതൽ 28 വരെയാണ് കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള. തിരൂർ ദേവദാർ സ്കൂൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും NCC, ട്രോമ കെയർ, SPC, ജേഴ്സി, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവ ഉൾപ്പെടുത്തി സഫലമീ യാത്രാ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് റെയിൽവേ പോലീസും മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളിയേടത്ത് അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി പെൻഷൻ തട്ടിപ്പ് കേസ് പ്രത്യേക സംഘത്തിന് കൈമാറി. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണം കൈമാറിയത്. പ്രവാസികളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയുള്ള തട്ടിപ്പിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് വിശദമായ അന്വേഷണത്തിന് പുതിയ സംഘത്തിന് കൈമാറിയത്. കണ്ണൂരിൽ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് വൻ അഗ്നിബാധ ഒഴിവായി. തലാപ്പിൽ സ്വകാര്യ കടയുടെ ഷോറൂമിന് മുന്നിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 5:30 സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തീയണയ്ക്കാനുള്ള ശ്രമം പെട്ടെന്ന് ആരംഭിച്ചു. കടയുടെ ഷട്ടറിനടുത്താണ് തീ കണ്ടത്. പാലക്കാട് ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 ഇടങ്ങളിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിച്ച് ജില്ലാ കളക്ടർ PK ജയശ്രീ. ജിനു പുന്നൂസ് സ്വകാര്യ യാത്രകൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. കളക്ടർ അന്വേഷണം അട്ടിമറിച്ചതിന്റെ രേഖകൾ ന്യൂസ് 18. പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഭിന്നതയും തമ്മിലടിയും രൂക്ഷം. KC വേണുഗോപാൽ പക്ഷവും PJ കുര്യനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ പിടിമുറുക്കാൻ നടത്തുന്ന നീക്കമാണ് കാരണം. ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ DCC പ്രസിഡന്റ് മോഹൻരാജിനെ ശശി തരൂർ സന്ദർശിക്കും. പീലിംഗ് തൊഴിലാളികൾ സമരം കടുപ്പിച്ചതോടെ കേരളത്തിലെ ചെമ്മീൻ വിപണി കടുത്ത പ്രതിസന്ധിയിൽ. ടൺ കണക്കിന് ചെമ്മീൻ നശിപ്പിച്ചു കളയേണ്ട ഗതികേടിൽ മത്സ്യത്തൊഴിലാളികൾ. സമരം നീണ്ടാൽ വിദേശത്തേക്കുള്ള ചെമ്മീൻ കയറ്റുമതി പ്രതിസന്ധിയിലാകും. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായി ഏർപ്പെടുത്തിയ സ്വരാജ് പുരസ്കാരത്തിൽ ക്രമക്കേടെന്ന് പരാതി. പദ്ധതി വിനിയോഗത്തിലടക്കം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എറണാകുളത്തെ ഒഴിവാക്കി കൊല്ലത്തെ മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുത്തതിലാണ് പരാതി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സ്ഥാപിക്കും. ഹോസ്റ്റൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്ഥലം മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ഇതോടെ ഇടുക്കിയിൽ ജോലി ആവശ്യാർത്ഥം എത്തുന്നവർക്ക് താമസ സൗകര്യമില്ലെന്ന പരാതിക്ക് വലിയൊരു പരിധിവരെ പരിഹാരമാണ്. മണ്ണെണ്ണയ്ക്കുള്ള കൂടിയ വിലയും ക്ഷാമം മത്സ്യമേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിവിധ പ്രശ്നങ്ങളാൽ വലയുന്ന മത്സ്യബന്ധന മേഖല മണ്ണെണ്ണ പ്രതിസന്ധിയിൽ കൂടിയായതോടെ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലാണ്. വേനൽ കടുത്തതോടെ ഇടുക്കിയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. വ്യത്യസ്ത സംഭവങ്ങളിലായി നെടുങ്കണ്ടത്ത് ഏക്കർ കണക്കിന് പുൽമേടും കൃഷിഭൂമിയും കത്തിനശിച്ചു. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിശമന സേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായി കാട്ടാന ആക്രമണമുണ്ടായിട്ടും നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പൂപ്പാറയിൽ റോഡ് ഉപരോധിച്ചു. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന DCC ജനറൽ സെക്രട്ടറി R ഗണേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.